ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കുഴിമന്തിയിൽ ചിക്കനീക്ക് മസാലകൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു തരാം. ഒരു സ്പൂൺ ഏലക്കായ, ഒരു നാരങ്ങ, ഉണക്കനാരങ്ങ, 2 ചുവന്ന മുളക്, ഒരു പച്ചമുളക്, പിന്നെ 4 വെളുത്തുള്ളി ഇതള്, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം, പിന്നെ പെരിഞ്ജീരകം 1 സ്പൂണ്, പിന്നെ നല്ല ജീരകം 1 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ മുളകും പൊടി ഒരു 1.5 ടീസ്പൂൺ ഇടുക. ഓക്കെ, 1.5 ടീസ്പൂണ് അത് ഇടുക. പിന്നെ മല്ലി 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കല്ലുപ്പ് നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് ചിക്കനിൽ മസാല ഒന്നാകെ ചേർക്കുക. ഓക്കെ, ഇനി കുഴിമന്തി റൈസിക്ക് 2 സവാള, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പൂവ് 1 ടീസ്പൂൺ, ഏലക്കായ 1 ടീസ്പൂൺ, 2 മാഗി ക്യൂബ്, 1 ടീസ്പൂൺ നല്ല ജീരകം, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, പിന്നെ കാറാമ്പട്ട ഒരു 3 എണ്ണം, കാറാമ്പട്ടൻ്റെ ഇല 3 എണ്ണം, പിന്നെ തക്കാളി 1. ചട്ടി ചൂടായി വരുമ്പോൾ അതിൽ 1/2 കപ്പ് സൺഫ്ലവർ ഒഴിക്കുക. അതിൽ വലിയ ഉള്ളി, അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി ഇടുക. പിന്നെ ഒരു ഗോൾഡൻ കളർ കയറി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിന് ശേഷം തക്കാളി ഇളക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നതിന് ശേഷം മുറിച്ച് വെച്ച ക്യാപ്സിക്കനും മറ്റു സാധനങ്ങളും അതിലിടുക. 1.5 കിലോ ബസ്മതി റൈസാണ് ഞാൻ എടുത്തത്. 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അരി അതിലിട്ടതിൻ്റെ ശേഷം ഈ ചോറും ചമ്മട്ടിൻ്റെ മുകളിൽ തന്നെ ഈ ഓട്ടപാത്രം വെക്കുക. അരി പിന്നെ വട്ടപാത്രം കൊണ്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അതിൽ നമ്മൾ മസാല തേച്ച ചിക്കൻ ഓരോന്നായി അതിൽ വെക്കുക. എന്നിട്ട് അടച്ച് മൂടി വെക്കുക. ഒരു ഭാരമുള്ള എന്തെങ്കിലും അതിൽ കയറ്റി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു 45 മിനിറ്റ് ശേഷം നമ്മൾ ഇതെടുത്ത് നോക്കുക. 45 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ ഓട്ടപാത്രം അതിൻ്റെ മേലെ. ഇപ്പം ആദ്യത്തെ മസാലകളെല്ലാം ചോറ്റിലേക്ക് ഇറങ്ങിക്കണം. ഇനി നമ്മൾ സ്മോക്ക് ചെയ്യണം. സ്മോക്ക് ചെയ്യുമ്പോൾ ഒരു കണലിട്ടിട്ട് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അതിൻ്റെ മേലെ അടച്ചു വെക്കുക. നമ്മുടെ കുഴിമന്തി റെഡി ആയിരിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കുഴിമന്തി ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക്, കമൻറ്റ് ഒക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, പുഴുങ്ങിയ ചിക്കൻ പറ്റാത്തവർ ഒന്ന് ചിക്കൻ പൊരിച്ചെടുത്തോളൂ. ഓക്കെ.